പരിശോധനാ ഹർജി ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിന്റെ കൂടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ സമാനതയുള്ള രണ്ട് കേസുകളാണ്. ഈ ബത്തേരി ഹേമചന്ദ്രൻ വധക്കേസും ഒപ്പം തന്നെ വിജിലിന്റെ നരഹത്യാ കേസും സമാനതയുള്ള കേസുകളാണ്. ഒന്നിൽ ഈ ബത്തേരി ഹേമചന്ദ്രനെ സുഹൃത്തുക്കൾ വിളിച്ചു വരുത്തി സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ അയാളെ കൊന്നു എന്നുള്ളതാണെങ്കിൽ, ഈ വിജിലിനെ സുഹൃത്തുക്കൾ കൊന്നില്ല. പക്ഷേ വിജിലിന്റെ അബോധാവസ്ഥയിലുണ്ടായിരുന്ന വിജിലിന്റെ മൃതദേഹം അവർ സുഹൃത്തുക്കൾ കുഴിച്ചിടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുഴിച്ചിട്ട കാര്യത്തിൽ രണ്ട് സമാനതകളുള്ള കേസാണ് ഇത്. അതിൽ തന്നെ ഈ വെസ്റ്റ് ഹിൽ സ്വദേശിയായിട്ടുള്ള KT വിജിലിനെ 6.5 വർഷം മുൻപാണ് 2019 കാണാതാവുന്നത്. അങ്ങനെ അന്ന് കാണാതായ വിജിലിന് വേണ്ടി അച്ഛൻ ഒരു മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരോധന കേസായി രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം നടക്കുന്നു. ഈ കേസും തുടക്കത്തിൽ എവിടെയും എത്തുന്നില്ല. ഒടുവിൽ പുതുതായി ചാർജ് എടുത്ത ഇൻസ്പെക്ടർ, എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR ശ്രീജിത്ത് പ്രത്യേക താല്പര്യമെടുക്കുന്നു. അതിന് T നാരായണദാസ് എന്ന് പറയുന്ന കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ പിന്തുണ ലഭിക്കുന്നു. ആ കേസിൽ ഒടുവിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രത്യേക താല്പര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്, അയാളുടെ മികവ് എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിൽ നടത്തിയ ഒരു അന്വേഷണം, അതിൽ വീണ്ടും നേരത്തെ ചോദ്യം ചെയ്തവരെല്ലാം ചോദ്യം ചെയ്യുന്നു. അതിൽ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ടുപേരെ, അതായത് നിഖിലും ദീപേഷിനെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊരു മൃതദേഹം കുഴിച്ചിട്ടു എന്നതിൻ്റെ ഒരു ചുരുളഴിയുന്ന ഒരു വിവരങ്ങൾ അവരിൽ നിന്നും ലഭിക്കുന്നത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന പൂവാട്ടുപറമ്പ് സ്വദേശിയായ 2ാം പ്രതി ദീർഘകാലം ഒളിവിലായിരുന്നു. ആദ്യം ബാംഗ്ലൂരിൽ നിന്നും നിഖിലിനെ എത്തിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ 3ാം പ്രതിയായിട്ടുള്ള ദീപേഷിനെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് നിഖിലിനെയും ദീപേഷിനെയും അവർ പറഞ്ഞത് പ്രകാരം കോഴിക്കോട് സരോവരത്തെ ചതുപ്പിലെത്തിച്ച് അവിടെ തെളിവെടുപ്പ് നടത്തി. അവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് 8 ദിവസത്തോളം പോലീസ് അവിടെ തെരച്ചിൽ നടത്തി. 53 അസ്ഥികളടങ്ങിയ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസിന് ലഭിച്ചു. ഇനിയിപ്പോൾ ആ മൃതദേഹാവശിഷ്ടങ്ങൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വിജിലിൻ്റെതാണ് എന്ന് പറയാമെങ്കിലും കേസിനെ സംബന്ധിച്ച് ശാസ്ത്രീയ തെളിവുകൾ വലിയ ഒരു കാര്യമാണ്, വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരുടേതാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായിട്ടുള്ള DNA പരിശോധന നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ DNA സാമ്പിളായിട്ടുള്ള എല്ല് ഫോറൻസിക് വിഭാഗം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ എല്ല് DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെങ്കിൽ വിജിലിൻ്റെ ബന്ധുക്കളുടെ, അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരൻ്റെയോ സ്രവ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന് കോടതി അനുമതി ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് കോടതിയിൽ നിന്നും അനുമതി ലഭിക്കാനുള്ള അപേക്ഷ ഇന്ന് കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ അന്വേഷണ ഉദ്യോഗസ്ഥനായ KR രഞ്ജിത്ത് നൽകും. അതിനുശേഷം അത് DNA പരിശോധനയ്ക്കായി കണ്ണൂരിലെ ലാബിലേക്ക് അയക്കും. പിന്നീട് 1 മാസമോ 2 മാസമോ വരുന്ന ഇടവേളക്ക് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസൊക്കെ ആയതുകൊണ്ട് വളരെ നേരത്തെ അത് പൂർത്തീകരിക്കാനുള്ള ഒരു അനുമതി കോടതിയിൽ നിന്ന് ലഭിച്ചാൽ, ആ കോടതി ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 1 മാസത്തിനകം തന്നെ അതിൻ്റെ പരിശോധനാ ഫലം വരികയും അത് വിജിലിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേസിലേറെ നിർണായകമായിട്ടുള്ളൊരു തെളിവായി മാറും. മാത്രമല്ല, അങ്ങനെയെങ്കിൽ ആ DNA പരിശോധനയ്ക്ക് ശേഷം എലത്തൂർ പോലീസ് ഇത്രയും കാലം തിരോധന കേസായി രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ഈ സംഭവം നടന്നത് നടക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ അതൊരു നരഹത്യാ കേസായി കൊണ്ട് നടക്കാവ് പോലീസിന് കൈമാറാനും എലത്തൂർ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ DNA പരിശോധനയ്ക്കുള്ള അനുമതി തേടി കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയാണ് അന്വേഷണ സംഘം. കാർത്തു. റിയാസ്, വ്യക്തമാണ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 10,320 രൂപ, പവന് 82,000